ഏറ്റവും പുതിയ ടാറ്റ പഞ്ച് എത്തിയിട്ടുണ്ട്. 10,000 രൂപ മാത്രമേ കൂടിയിട്ടുള്ളൂ. ബേസ് വേരിയൻറ്റിന് ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിലും 50,000 മുതൽ 60,000 രൂപ വരെ മാത്രമേ കൂടിയിട്ടുള്ളൂ. 8 വേരിയൻറ്റിലാണ് പുതിയ ടാറ്റ പഞ്ച് നമുക്ക് ലഭിക്കുക. ഏറ്റവും അധികം മാറ്റം സംഭവിച്ചിട്ടുള്ളത് മുൻവശത്ത് തന്നെയാണ്. നമ്മുടെ EV സ്റ്റൈലിലേക്ക് വന്നിട്ടുണ്ട്. LED ഹെഡ്ലാമ്പ് യൂണിറ്റിന് ഒരു വെർട്ടിക്കൽ ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. ഐബ്രോ LED DRLs കാണാം. ഇവിടെ ഓപ്പൺ ആയിട്ട് വൃത്തികേടായി നിന്ന സ്ഥലമൊക്കെ ഇപ്പോൾ സീൽ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. എയർ ഡാമിൻ്റെ ട്രയാരോ ഡിസൈൻ എടുത്ത് മാറ്റിയപ്പോൾ ഹൊറിസോണ്ടൽ സ്ലാറ്റ്സ് ഡിസൈനിലേക്ക് മാറി കുറച്ചുകൂടി വലിയ വണ്ടിയുടെ ഒരു ഫീൽ ഇപ്പോൾ നൽകുന്നുണ്ട്. സൈഡ് പ്രൊഫൈലിലെ ഏക മാറ്റം അലോയ് വീൽ ഡിസൈൻ മാറി എന്നുള്ളത് മാത്രമാണ്. 16 ഇഞ്ച് ടയർ നിലനിർത്തിയിട്ടുണ്ട്. ORMൽ 360 ഡിഗ്രി ക്യാമറ കാണാം. 5ാമത്തെ വേരിയൻ്റ് ആയുള്ള അഡ്വഞ്ചറിൽ തന്നെ 360 ഡിഗ്രി ക്യാമറ കൊടുത്തത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. 6 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉയർന്നിപ്പോൾ 193 മില്ലിമീറ്ററായി. റിയറിലെ ഏറ്റവും വലിയ മാറ്റം ഇൻഫിനിറ്റി ടെയിൽ ലാമ്പ് യൂണിറ്റ് വന്നു എന്നുള്ളതാണ്. മുകളിലുണ്ടായിരുന്ന സ്റ്റോപ്പ് ലാമ്പ് ഇപ്പോൾ ടെയിൽ ലാമ്പ് യൂണിറ്റിനകത്തേക്ക് മാറിയിട്ടുണ്ട്. ലോഗോയുടെ താഴെ ഉണ്ടായിരുന്ന റിയർ വ്യൂ ക്യാമറ നമ്പർ പ്ലേറ്റിൻ്റെ ഭാഗത്തേക്ക് മാറിയിട്ടുണ്ട്. കൂടാതെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് സ്പോയിലർ, ഡീഫോഗർ, വൈപ്പർ തുടങ്ങി പുറകിലും ഫീച്ചേഴ്സിനൊന്നും ഒരു കുറവുമില്ല. പുതിയ ആൾട്രോസിൽ കണ്ടതുപോലെ തൈ സപ്പോർട്ട് ഇമ്പ്രൂവ് ചെയ്ത സീറ്റുകളാണ് മുന്നിലും പുറകിലും നൽകിയിട്ടുള്ളത്. ഒരു 6 അടി ഹൈറ്റുള്ള ആൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന സ്പേസ് ആണ് ഈ കാണുന്നത്. സൗകര്യങ്ങൾ നോക്കിയാൽ പുറകിലേക്ക് AC വെൻറ്റ്, 15 വാട്ടിൻ്റെ C ടൈപ്പ് ചാർജിംഗ് പോർട്ട്, 4 പവർ വിൻഡോസ് ലഭിക്കുന്നു. ടാറ്റയിൽ സാധാരണ കാണുന്ന പോലെയുള്ള സ്മാർട്ട് കീ ലഭിക്കുന്നുണ്ട് വിത്ത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ്. ഡ്രൈവർ സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. സ്റ്റിയറിംഗ് വീലും പുതിയതാണ്. ടാറ്റയുടെ സ്മാർട്ട് സ്റ്റിയറിംഗ് വീലായി സ്റ്റിയറിംഗ് മോഡൽ കൺട്രോൾസ് വിത്ത് ക്രൂയിസ് കൺട്രോളോടുകൂടി വരുന്നുണ്ട്. 10.4 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനിൽ വയർലെസ് ആയിട്ട് നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ സപ്പോർട്ട് ചെയ്യും. ഓട്ടോമാറ്റിക് AC വരുന്നുണ്ട്. സിറ്റി, ഇക്കോ എന്നിങ്ങനെ ഡ്രൈവ് മോഡ്സ്, ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ വരുന്നുണ്ട്. 65 വാട്ടിൻ്റെ ടൈപ്പ് C ചാർജിംഗ് പോർട്ടും ലഭിക്കുന്നുണ്ട്. നമ്മൾ ഇത്ര നേരം കണ്ടത് 9,70,000 രൂപ ഓൺ റോഡ് വില വരുന്ന അക്കംപ്ലിഷ് എന്ന് പറയുന്ന വേരിയൻ്റാണ്. ഇതിൻ്റെ മുകളിലാണ് ടോപ്പ് എൻഡ്. അതിലേക്ക് വന്നാൽ നമുക്ക് വയർലെസ് ചാർജറും 7 ഇഞ്ചിൻ്റെ TFT MIDയും ഓട്ടോമാറ്റിക്കിന് പാഡിൽ ഷിഫ്റ്റേഴ്സ് കൂടി ലഭിക്കുന്നുണ്ട്. 87.8 PS പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പെട്രോൾ എഞ്ചിൻ മാത്രമേ ടാറ്റ പഞ്ച് ലഭിച്ചിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ടാറ്റ നെക്സോണിലെ 120 PS 170 ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ടർബോ പെട്രോൾ എഞ്ചിനും കൂടി ടാറ്റ പഞ്ചിൽ ലഭിക്കുന്നുണ്ട്. ഏകദേശം 6,70,000 രൂപയിൽ പുതിയ ടാറ്റ പഞ്ചിൻ്റെ ഓൺ റോഡ് വിലയും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്.